നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ അതിപ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില നക്ഷത്രങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് പ്രത്യേക ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. അത് ദമ്പതികളുടെ കാര്യത്തിലാണെങ്കിലും സഹോദരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ ദമ്പതികൾക്കും അനുകൂലമായിട്ടുള്ള കളത്രത്തിന്റെ നക്ഷത്ര കാര്യങ്ങളെക്കുറിച്ച് പല വീഡിയോകളും വന്നിട്ടുണ്ടാകാം. എന്നിരുന്നാലും സഹോദരങ്ങളുടെ ഐക്യം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന നക്ഷത്ര ഐക്യത്തെക്കുറിച്ച് ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ അതാണ്. കുടുംബത്തിൽ രാജയോഗം തരുന്ന സഹോദര നക്ഷത്രങ്ങൾ. ഓം ശ്രീ ഗണേശായ നമ. ഓം ഗും ഗുരുഭ്യോ നമ. എത്ര ഭ്രാതര സൗഹാർദ്ര തത്ര ലക്ഷ്മി സ്ഥിരാഭവേത്. എത്ര കലഹോ ന വിദ്യോത തത്ര ശ്രീ സർവദാ വസേത്. സഹോദരങ്ങൾ ഐക്യത്തോടെ ജീവിക്കുന്നിടത്ത് മഹാലക്ഷ്മി സ്ഥിരമായി വസിക്കുന്നു. കലഹമില്ലാത്ത കുടുംബത്തിൽ ഐശ്വര്യവും ഭാഗ്യവും എന്നും നിലനിൽക്കും. നമസ്കാരം. ഭാരതത്തിന്റെ അതിപുരാതനമായിട്ടുള്ള ജ്യോതിഷ ശാസ്ത്രത്തിൽ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു മഹാരഹസ്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോ കടന്നു ചെല്ലുന്നത്. ഒരു കുടുംബത്തിൽ ഒരു മകൻ രോഹിണി, മറ്റൊരു മകൻ അല്ലെങ്കിൽ മകൾ ആരുമായിക്കോട്ടെ, അത് രേവതി അല്ലെങ്കിൽ മകം, മറ്റൊരാൾ അവിട്ടം, ഇങ്ങനെ ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ സഹോദരങ്ങൾ ജനിച്ചാൽ ആ കുടുംബത്തിൽ രാജയോഗം ഉണരുമോ? അവിടെ ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുമോ? പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുമോ? ധനം, സ്ഥാനമാനം, ഉയർച്ച ഇവയെല്ലാം ഒരുമിച്ച് അവർക്ക് ലഭിക്കുമോ? നമ്മുടെ പുരാതന ജ്യോതിഷ സിദ്ധാന്തങ്ങൾ അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി അറിയാം. കുടുംബത്തിൽ രാജയോഗം സൃഷ്ടിക്കുന്ന അതിശക്തമായ സഹോദര നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് മുന്നോട്ടറിയാം. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്ന പരിഹാരത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, വിവാഹത്തിന് നക്ഷത്ര പൊരുത്തം നോക്കുന്നത് എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ സഹോദരങ്ങളുടെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം പരിശോധിക്കുക എന്നുള്ളത് ഇന്ന് വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പലരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ഇതൊക്കെ നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലമായിട്ടാണ് വന്നു ചേരുന്നത്. എന്നിരുന്നാലും നമുക്ക് അതറിയാം. അതിനുള്ള മാർഗം ജ്യോതിഷത്തിലുണ്ട്. ഈ വിഷയം എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടത്? ജ്യോതിഷത്തിലെ 3-ാം ഭാവം സഹോദര ഭാവമാണ്. എൻ്റെ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോയിൽ സഹോദരങ്ങളുമായിട്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ബന്ധവും മറ്റും പ്രത്യേകം അതിൽ പറഞ്ഞിരുന്നു. 2 ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മറ്റാരും പറയുന്നതിന് മുമ്പ് ആ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കാണുക. പൊതുവെ സഹോദരഭാവം 3-ാം ഭാവമാകുമ്പോൾ ജ്യേഷ്ഠസ്ഥാനമായി 11-ാം ഭാവത്തെയാണ് കണക്കാക്കപ്പെടുന്നത്. സഹോദര സ്ഥാനത്തിന് തന്നെയാണ് സഹായസ്ഥാനമെന്നും 11-ാം ഭാവത്തിന് ലാഭസ്ഥാനം എന്നും പറയും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു ജീവിതത്തിൽ സഹായങ്ങളും ലാഭവും സമ്പാദ്യവും ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഈ 2 ഭാവങ്ങളും ശക്തമായാൽ കുടുംബത്തിന്റെ മൊത്തം ഭാഗ്യം ഉയരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവാചാര്യന്മാർ പറയുന്നത് ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ പരസ്പരം ശത്രുക്കളാകരുത് എന്നുള്ളത്. കാരണം അവരുടെ ഐക്യം തന്നെയാണ് ഏറ്റവും വലിയ രാജയോഗം. സംഘച്ഛം സംവദത്വം സമോ മനാംസി ജാനതാം. ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് ചിന്തിക്കുക, ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുക. ഇതാണ് വേദങ്ങൾ നൽകുന്ന സാരം. നക്ഷത്രം എന്നത് വെറും ജനന സമയം രേഖപ്പെടുത്താനുള്ള ഒരു അടയാളം മാത്രമല്ല. ഓരോ നക്ഷത്രത്തിനും ഒരു ദേവതയുണ്ട്, ഒരു ഗ്രഹാധിപനുണ്ട്, ഒരു പ്രത്യേക ഊർജമുണ്ട്. അതുകൊണ്ട് 2 സഹോദരങ്ങളുടെ നക്ഷത്ര ശക്തികൾ പരസ്പരം അനുകൂലങ്ങളായി ചേർന്നാൽ അവരുടെ ജീവിതം മാത്രമല്ല മുഴുവൻ കുടുംബത്തിന്റെയും ഭാഗ്യം ഉയരുന്നതാണ്. ഇനി നമുക്ക് അത്തരം നക്ഷത്ര ജോഡികളെ നോക്കാം. എല്ലാ നക്ഷത്രക്കാരുടെയും സഹോദര ഭാവത്തെ ഇത്തരത്തിൽ പറയണമെന്നുണ്ട്. ഈ വീഡിയോയിൽ അതിപ്രധാനപ്പെട്ട നക്ഷത്ര ജോഡികളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും സഹോദരഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത് പൊതുവെ ഞാൻ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ വിഷയത്തെ ഓരോ നക്ഷത്രക്കാർക്കുമായി 27 വീഡിയോകൾ പ്രത്യേകമായി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നീട് അത് ചെയ്യുന്നതാണ്. ഈ ഗണത്തിൽ വരുന്ന 1-ാമത്തെ നക്ഷത്ര ജോഡികളെ ആദ്യം പറയാം. അത് രോഹിണിയും രേവതിയുമാണ്. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ കൂട്ടുകെട്ടുകളിൽ ഒന്നാണ്. രോഹിണി
ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രം. സൗന്ദര്യം, സമ്പത്ത്, ഭൂസ്വത്ത്, കൃഷി, വ്യാപാരം, ആകർഷണ ശക്തി ഇവയെല്ലാം രോഹിണിയുടെ അനുഗ്രഹമാണ്. രേവതിയാകട്ടെ 27 നക്ഷത്രങ്ങളുടെയും അവസാന നക്ഷത്രം. ഇതൊരു സമ്പൂർണതയുടെ പ്രതീകമാണ്, സംരക്ഷണമാണ്, ദൈവാനുഗ്രഹം, യാത്രാഭാഗ്യം, സാമ്പത്തിക സുരക്ഷ എന്നിവയുടെയൊക്കെ പ്രതീകമാണ്. ഈ 2 നക്ഷത്രങ്ങൾ ഒരേ കുടുംബത്തിൽ സഹോദരങ്ങളായി വന്നാൽ ഒരാൾ സമ്പത്ത് സൃഷ്ടിക്കും, മറ്റൊരാൾ അത് സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആ കുടുംബം തലമുറകളോളം ഉയർച്ച അനുഭവിക്കുന്നതാണ്. ബിസിനസ്സിൽ, വിദേശ ഭാഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ ഇവർക്ക് സാധാരണയായി കാണപ്പെടുന്നു. ഇനി രണ്ടാമത്തെ ഭാഗ്യ ജോഡികളെ നമുക്ക് അറിയാം. അത് മകവും അവിട്ടവുമാണ്. ഇത് അധികാരത്തിന്റെ കൂട്ടുകെട്ടാണ്. മകം എന്നത് പിതൃക്കളുടെ അനുഗ്രഹത്തിന്റെ നക്ഷത്രമാണ്. രാജകീയത, പാരമ്പര്യം, കുലമഹിമ ഇതൊക്കെ മകൻ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളാണ്. അവിട്ടമാകട്ടെ ധനത്തിന്റെ നക്ഷത്രമാണ്. അവിട്ടത്തിന്റെ സംസ്കൃത നാമം ധനിഷ്ഠ എന്നാണ്. ധനം സ്വതവേ പേരിൽ തന്നെയുള്ള ഒരു നക്ഷത്രം. പ്രശസ്തി, നേതൃത്വം, സാമൂഹിക ഉയർച്ച ഇവയൊക്കെ അവിട്ട നക്ഷത്രത്തിന്റെ പ്രതീകങ്ങളാണ്. മകം, അവിട്ടം ഈ 2 നക്ഷത്രങ്ങൾ ഒരുമിച്ചാൽ, അത് സഹോദരങ്ങളായി വന്നാൽ അവർക്ക് ആ കുടുംബത്തിന് പൂർവികരുടെ അനുഗ്രഹം ശക്തമാകുന്നു. ആ കുടുംബം സമൂഹത്തിൽ ഉയരുന്നു. രാഷ്ട്രീയം, സർക്കാർ ജോലി, ഭരണ പദവി, വലിയ സ്ഥാപനങ്ങളുടെ നേതൃത്വം ഇവയിലൊക്കെ അസാധാരണ വിജയം ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇനി ഇപ്രകാരം മൂന്നാമത്തെ രാജയോഗം തരുന്ന സഹോദര നക്ഷത്രങ്ങളെ പറയാം. അത് പുണർദവും ഉത്രട്ടാതിയുമാണ്. ഇതൊരു സംരക്ഷണത്തിന്റെ കൂട്ടുകെട്ടാണ്. പുണർദം എന്നത് പുനർവസുവാണ്, നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്ന നക്ഷത്രം. ജീവിതത്തിൽ എത്ര വീണാലും ഉയരാൻ കഴിയുന്ന നക്ഷത്രം. ഉത്രട്ടാതി എന്നത് ആഴത്തിലുള്ള ജ്ഞാനത്തെ അനുസ്മരിപ്പിക്കുന്ന നക്ഷത്രമാണ്. സ്ഥിരത, ക്ഷമ, ദീർഘകാല സമ്പത്ത് ഇവയൊക്കെ ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഈ 2 നക്ഷത്രക്കാർ സഹോദരങ്ങളായി ഉണ്ടായെങ്കിൽ ആ കുടുംബത്തെ പ്രതിസന്ധികൾ ഒന്നും തോൽപ്പിക്കാൻ സാധിക്കില്ല. തകർന്ന ബിസിനസ്സിൽ പോലും അവർ തിരികെ വരും, വീണ്ടും ഉയരും. ആ കുടുംബം പൊതുവെ സാമ്പത്തികമായി സ്ഥിരത നിലനിർത്തും. നാലാമത്തെ ജോഡികളായി ഭാഗ്യം ഒരു കുടുംബത്തിൽ കൊണ്ടുതരുന്ന സഹോദര നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് കാർത്തികയും ഉത്രവുമാണ്. 2 നക്ഷത്രങ്ങളുടെയും അധിപൻ സൂര്യനാണ്. ഈ 2 നക്ഷത്രക്കാരായിട്ടുള്ള സഹോദരങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങളും വലിയ പ്രൊഫഷണൽ വിജയങ്ങളുമൊക്കെ കൈവരും. ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് കുടുംബത്തിന് സമൂഹത്തിൽ വലിയ ബഹുമാനവും ആദരവും ലഭിക്കുന്നതിന് സഹായകരമാകും. ഇത് ഇവർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വലിയ സത്യം എന്നത് നക്ഷത്രങ്ങൾ മാത്രം മതിയാകില്ല. സഹോദരങ്ങൾ തമ്മിൽ അസൂയ, വഴക്ക്, സ്വത്ത് തർക്കം, ശാപവാക്കുകൾ ഇവയൊക്കെ ഉണ്ടായാൽ നല്ല നക്ഷത്രങ്ങളുടെ ശക്തി പോലും ഇല്ലാതാകും. അതുകൊണ്ടാണ് മഹർഷിമാർ പറയുന്നത് സഹോദര സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഇനി ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളാണോ നിങ്ങളുടെ സഹോദരരായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടുള്ളത് എങ്കിൽ ഈ പറയുന്ന പരിഹാര മാർഗങ്ങൾ കൂടി ചെയ്തു നോക്കൂ. നിങ്ങളുടെ കുടുംബം ഉയർച്ചയിലേക്ക് നയിക്കപ്പെടും. കുടുംബഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന പരിഹാര മാർഗങ്ങളെ കൂടി നമുക്ക് പറയാം. മാതാപിതാക്കളെ ആദരിക്കുക, പിതൃസ്മരണയും തർപ്പണവും സാധ്യമായ സമയത്തൊക്കെ ചെയ്യുക, സഹോദരങ്ങൾ പരസ്പരം സഹായിക്കുക, വീട്ടിൽ മഹാലക്ഷ്മി പൂജ നടത്തുക, ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുക, കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സഹോദര സ്നേഹം വളരട്ടെ, കുടുംബത്തിൽ സ്നേഹം നിറയട്ടെ, കുടുംബത്തിൽ എല്ലായ്ക്കാലവും ഐശ്വര്യം ഉണ്ടാകട്ടെ, പൂർവികരുടെ അനുഗ്രഹങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ, മഹാലക്ഷ്മിയുടെ കടാക്ഷം നിങ്ങളുടെ ഭവനത്തിൽ എല്ലാ കാലവും നിലനിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ ഒരു നക്ഷത്രം മാത്രം നോക്കി 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ലഗ്നം, ഗ്രഹനില, ദശാഭുക്തി, യോഗങ്ങൾ, ഗ്രഹദൃഷ്ടികൾ ഇവയെല്ലാം ചേർന്നാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതക ഫലം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൂടി മനസ്സിലിരുത്തുക. എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഫലപ്രദമായി വരും. ഈ വീഡിയോ പുരാതന ജ്യോതിഷ സിദ്ധാന്തങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും പഠന ആവശ്യത്തിനുമായിട്ടാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെയോ നിങ്ങളുടെ സഹോദരങ്ങളുടെയോ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾ ഇത്തരത്തിൽ ഈ നക്ഷത്രങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം കമന്റായിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള അപൂർവ ജ്യോതിഷ രഹസ്യങ്ങളും പുരാണ സത്യങ്ങളും വേദജ്ഞാനങ്ങളും അടങ്ങിയ വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.